പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് ശൗലിൻ്റെ അനുഭവം കാണുവാൻ കഴിയുന്നു. ഇദ്ദേഹത്തിന് എവിടെ നിന്നോ അമ്മയുടെ ഉദരം മുതൽ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഇൻഫീരിയോറിറ്റി ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, ശൗലിനോട് പറയുകയാണ് ശമൂവേൽ, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും. അപ്പൊ ശൗലിന് സ്വന്തം കാഴ്ചയിൽ ശൗൽ എങ്ങനെയാണ് ശൗലിനെ കണ്ടിരുന്നത്? ശമൂവേൽ പറയാണ്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും അവന് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടായിരുന്നു, ഇൻഫീരിയോറിറ്റി ഉണ്ടായിരുന്നു. എവിടെ നിന്നാ വന്നോന്ന് അറിയത്തില്ല. അതിൻ്റെ ഒരു നല്ല അടയാളമാണ് ഇവനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ശൗല് രാജാവായി അഭിഷക്തനാകുവാൻ പോകുകയാണ്. അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ആ 2-ാമത്തെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശമൂവേൽ വരുമ്പോൾ ഇയാളിനെ കാണുന്നില്ല. ഇയാൾ എവിടെ ഒളിച്ചിരിക്കുകയാണ്? സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. അത് ഇൻഫീരിയോറിറ്റിയുടെ ഒരു റിസൾട്ടാണ്, ലോ സെൽഫ് എസ്റ്റീമിന്റെ ഒരു റിസൾട്ടാണ്. അയ്യോ, എനിക്കിതിന് യോഗ്യതയില്ല. സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. ഇസ്രയേലിൽ എല്ലാവരുടെയും നടുവിൽ തോൾപക്കം ഏറ്റവും അധികം ഉണ്ടായിരുന്ന സുമുഖനാകുന്ന ഒരു വ്യക്തിയായിരുന്നു. മിസ്റ്റേക്കൻ കൺക്ലൂഷൻ ഓഫ് ഹിംസെൽഫ്, അവനെ കുറിച്ച് തന്നെയുള്ള തെറ്റായ നിഗമനം. അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ ഇൻഫീരിയോറിറ്റിയാണ് അവനെ ഇൻസെക്യൂരിറ്റിയിലേക്ക് കൊണ്ടുപോയത്. ദാവീദിന്റെ പേര് എനിക്ക് 1000, ദാവീദിന് 10,000 കേട്ടപ്പോൾ തന്നെ, ദാവീദിന്റെ മേലുള്ള ഉയർച്ചയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ തനിക്കതൊരു ഭീഷണിയായി തീർന്നു. ഇതിന് വേണമെങ്കിൽ സോൾ സിൻഡ്രം എന്ന് പറയുവാൻ കഴിയും. ഇതൊരു സൈക്കിളാണ്. ഒരു ഇൻഫീരിയോറിറ്റി വന്നു കഴിഞ്ഞാൽ അത് ഇൻസെക്യൂരിറ്റിയിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടൊരു സൈക്കിളിൽ വരാവുന്നതെല്ലാം നിങ്ങളുടെ മേൽ വന്ന് അതൊരു ബന്ധനമായി തീരും. അതൊരു ഇമോഷണൽ ഹർട്ടായി തീരും. അത് ഇൻഡിപെൻഡൻസിലേക്ക് നിങ്ങളെ നയിക്കും, പ്രൈഡിലേക്ക് നയിക്കും, ആൻഡ് ഫിയർ ഓഫ് മാൻ, മനുഷ്യ ഭയത്തിലേക്ക് നയിക്കും. ഫൈനലി ഉണ്ടാകുന്നത് ഗിൽബോബ പർവ്വതത്തിൽ ശൗൽ പട്ടുപോയതുപോലെ ഇൻസെക്യൂരിറ്റി ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുന്നത് മരണത്തിലാണ്. അവന്റെ ജീവിതം തന്നെ ഇല്ലാതെയായി തീരുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക, നമ്മുടെ ഉള്ളിൽ ഇൻഫീരിയോറിറ്റി ഉണ്ടെങ്കിൽ, ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ദൈവത്തിന് നമ്മെ ഉയർത്തുവാൻ കഴിയുകയില്ല. അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പേര് ഒരുമിച്ച് ശുശ്രൂഷിക്കണം. ഒരുമിച്ച് ശുശ്രൂഷിക്കുമ്പോൾ നിന്റെ കൂടെ ശുശ്രൂഷിക്കുന്ന വ്യക്തിക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നത് നിനക്കൊരു ഭീഷണിയാകുന്നു എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇൻസെക്യൂരിറ്റിയാണ്. 10 പേർ ഒരുമിച്ച് ശുശ്രൂഷിക്കുമ്പോൾ ചിലർ അതിൻ്റെ നടുവിൽ അവരുടെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിനനുസരിച്ച് ആ മേഖലയിൽ അവരുടെ വ്യക്തിത്വത്തെ തിളക്കമാർന്ന നിലയിൽ അവർക്കത് റിലീസ് ചെയ്യുവാൻ കഴിയുമ്പോൾ നിനക്കതൊരു ഭീഷണിയായി തീരുന്നു. അനേകം സഭകൾ പിളരുന്നത് പ്രിൻസിപ്പിൾസിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല. ആമേൻ. സെക്രട്ടറിക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി, പാസ്റ്റർക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി, അതുമൂലമാണ് അനേക ഇടങ്ങളിൽ പിളർപ്പുകൾ ഉണ്ടാകുന്നത്. ഈ തലമുറയിൽ അഭിഷേകത്തിൽ നിനക്ക് വർദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം ഇതിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റാര് ശുശ്രൂഷയിൽ ഉയർന്നു കഴിഞ്ഞാലും നിനക്ക് സന്തോഷമാണ്. അവൻ ഉയരുന്നതുകൊണ്ട് നിനക്ക് അനുഗ്രഹമാണെന്ന് നിനക്ക് ബോധ്യം ലഭിക്കുന്നു. അവൻ ഉയരാൻ കഴിയുമെങ്കിൽ അതേപോലെ തന്നെ എനിക്കും ശുശ്രൂഷയിൽ ഉയരുവാൻ കഴിയുമെന്നുള്ളൊരു ബോധ്യം ലഭിക്കുകയാണ്. അതൊരു ഭീഷണിയായി തീരുന്നില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മേഖലകളും പ്രായോഗികമാകുന്നതിനാൽ പ്രാർത്ഥിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഇൻഫീരിയോറിറ്റിയോ ഇൻസെക്യൂരിറ്റിയോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശു കർത്താവ് നിങ്ങളെ ഇപ്പോൾ തന്നെ വിടുവിക്കുവാൻ ഇടവരട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് കണ്ടെത്തുവാൻ കഴിയുന്നവർ അത് ഏറ്റുപറയുക. കർത്താവേ, എന്നിൽ ഇൻഫീരിയോറിറ്റി കൊണ്ട് എന്നോട് ക്ഷമിക്കണമേ, ഇൻസെക്യൂരിറ്റി കൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കാം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ഞെരുക്കുന്ന എല്ലാ ഇൻഫീരിയോറിറ്റിയോട് ഞാൻ കൽപ്പിക്കുകയാണ്, വിട്ടുപോ. നിങ്ങളോട് തന്നെ പറ, ഞാൻ ക്രിസ്തുവിൽ സുരക്ഷിതനാണ്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കിപ്പോൾ വീടില്ലായിരിക്കാം, നിങ്ങൾക്ക് കാറില്ലായിരിക്കാം, നിങ്ങൾക്ക് ദിനംതോറും ജീവിക്കുന്നത് തന്നെ നിങ്ങൾ ഞെരുങ്ങിയായിരിക്കാം. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, അതൊന്നും നിങ്ങളെ ഒരു ഇൻസെക്യൂർ പേഴ്സൺ ആക്കി മാറ്റരുത്. നിങ്ങൾ ക്രിസ്തുവിൽ 100% സുരക്ഷിതനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകല ധനസമൃദ്ധിയുടെ നടുവിലും കോടികൾ ഉള്ളതിന്റെ നടുവിലും ഒരു മനുഷ്യൻ ഇൻസെക്യൂർ ആകുവാൻ കഴിയും. ഇൻസെക്യൂരിറ്റി ഉള്ളവരുടെ അടുക്കൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ നിന്ന് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നേടി, അവന് കിട്ടിയിരിക്കും പോളിസി. ഇൻസെക്യൂരിറ്റിക്കാരൻ നിശ്ചയമായിട്ടും പോളിസി എടുക്കും. ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതൊരു ബന്ധനമാണ്. അത് പൊട്ടിമാറട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, ഞാൻ ക്രിസ്തുവിൽ സുരക്ഷിതനാകുന്നു. എൻ്റെ പണത്തിലല്ല ഞാൻ സുരക്ഷിതൻ, എൻ്റെ ജോലിയിലല്ല ഞാൻ സുരക്ഷിതൻ, ഞാൻ ക്രിസ്തുവിൽ സുരക്ഷിതനാകുന്നു.
ക്രിസ്തുവിൽ ഒരു വ്യക്തി സുരക്ഷിതനാണെങ്കിൽ നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും നിനക്കൊരു പ്രശ്നമില്ല. നീ അവിടെ ചിരിച്ചോണ്ടിരിക്കും. കാരണം നിന്റെ സുരക്ഷിതത്വം പണത്തിലോ പേരിലോ പ്രസിദ്ധിയിലോ ഒന്നുമല്ല, ക്രിസ്തുവിലാണ് നിന്റെ സുരക്ഷിതത്വം. നീ ക്രിസ്തുവിൽ സുരക്ഷിതനാകുന്നുവെങ്കിൽ നിനക്കെല്ലാം നഷ്ടപ്പെട്ടാൽ ഓർത്തോണം, ഇരട്ടി കിട്ടാൻ സമയമായിരിക്കുക. ഡബിൾ നിനക്ക് കിട്ടുവാൻ സമയമായിരിക്കുന്നു. ഡബിൾ പോർഷൻ നിനക്ക് കിട്ടുവാൻ സമയമായിരിക്കുകയാണ്. സ്തുതിച്ചു, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു, സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. രണ്ട് കാര്യങ്ങൾ കുറെ കൂടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കുവാൻ, രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആങ്സൈറ്റി. ആന്തരിക മുറിവുകൾ ഉണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ് വിചാരങ്ങൾ, വ്യാകുല ചിന്തകൾ, ആകുല ചിന്തകൾ. ആങ്സൈറ്റി അതൊരു ലോങ് സബ്ജക്റ്റാണ്. ഒരു സെഷൻ മുഴുവൻ നമുക്കത് എടുക്കുവാൻ കഴിയുമെങ്കിലും ഞാനത് വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകാം. അതിനെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും വളരെ വ്യക്തമായി വ്യാകുലതകളെ കുറിച്ച് യേശുക്രിസ്തു ഒരു പ്രസംഗം തന്നെ നടത്തിയിട്ടുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ വ്യാകുലതകളെ കുറിച്ചൊരു നീണ്ട പ്രസംഗം കർത്താവ് നടത്തുന്നുണ്ട്. അവിടെ 2 ഉദാഹരണങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. ആ ഉദാഹരണങ്ങൾ, ഒന്ന് കാക്കയുടെ ഉദാഹരണമാണ്. അവൾ എന്തു തിന്നും എന്തു കുടിക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും ജീവനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത്. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, വിചാരപ്പെടരുത്. അതൊരു കൽപ്പന തന്നെയാണ് കേട്ടോ. ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ആമേൻ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ 1000 പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വിചാരപ്പെടരുത്. ആമേൻ. എന്തു തിന്നും എന്തു ഉടുക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം നീളം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് ആർക്കും കഴിയുകയില്ല. മറിച്ച് എന്ത് ചെയ്യണമെന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് പൗലോസും പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പറ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വീടില്ലാത്തവരാണെന്നുണ്ട് വിചാരപ്പെടണ്ട, പണമില്ല വിചാരപ്പെടണ്ട, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കാക്കയുടെ പ്രത്യേകത, കാക്കയ്ക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ബഫർ സ്റ്റോക്കുകളില്ല, എങ്ങും അരി കൂട്ടി വെക്കുന്നില്ല. എന്നാൽ ഇതുവരെയും ഒരു കാക്ക പട്ടിണി കിടന്ന് ചത്തുപോയിട്ടില്ല. ആയുസ് കൂടുതൽ കാക്കയ്ക്കാണ്. പന്തളത്തൊക്കെ ഇപ്പോൾ കാണുന്ന കാക്ക 250 വർഷമായിട്ടുള്ള കാക്കയാണ്. നമ്മുടെ അപ്പന്മാരെയും അപ്പൂപ്പന്മാരെയും ഒക്കെ കണ്ട കാക്കയാണ് പന്തളത്തോട് ഇപ്പോഴും പറന്ന് നടക്കുന്നത്. കാക്കയ്ക്ക് ഇത്രയും ആയുസ് കിട്ടിയതിന്റെ കാരണം ഡോക്ടേഴ്സ് പറയുന്നത്, കാക്കയ്ക്ക് കൊളസ്ട്രോൾ ഇല്ല. എന്ത് തിന്നു കഴിഞ്ഞാലും ചക്ക, മാങ്ങ, തേങ്ങ, ഇറച്ചി, മീന് എല്ലാം തിന്നാം, പക്ഷെ ശരീരത്തിൽ നെയ് പിടിക്കുകയില്ല. അതിന്റെ ശരീരഘടന തന്നെ ആ നിലയിലുള്ളതാണ്. ഈ കാക്കയായിരിക്കും ചിലപ്പോൾ നമ്മൾ വലിയ ഭയങ്കര വിശ്വാസമുള്ളവർ, വലിയ എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അഭിഷേകമുള്ളവൻ, ഏതാണ്ട് ഒരു ചെറിയ പ്രശ്നം വന്നതിനാൽ തല കുനിച്ച് നടന്നു പോവുകയാണ്. കാക്ക നോക്കുമ്പോൾ വലിയ വിശ്വാസം പ്രസംഗിക്കുന്നവൻ തല കുനിച്ചു പോകുന്നടാ, ഇവന്റെ അപ്പനെ ദൈവം പോറ്റുന്നത് ഞാൻ കണ്ടതാണല്ലോ, ഇവന്റെ അപ്പൂപ്പനെ പോറ്റുന്നത് ഞാൻ കണ്ടതാണല്ലോ. ആ കാക്കകളെക്കാൾ എത്ര വിലപിടിപ്പുള്ളവരാണ് നാം ഓരോരുത്തരും. വിവേകമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്വതന്ത്രരാകുക. ഞാൻ ശുശ്രൂഷയില്ല, അതുകൊണ്ട് ഈ ഷർട്ട് ഫ്രീ ആയിട്ട് കിട്ടിയതാ, ഈ പാൻസ് ഫ്രീ ആയിട്ട് കിട്ടിയതാ, ഈ ഷൂസ് ഫ്രീ ആയിട്ട് കിട്ടിയതാ, മൊത്തം ഫ്രീ ആകട്ടോ. നാളെ എന്തിടുമെന്നുള്ളത് ഭാരപ്പെടേണ്ട കാര്യമില്ല. നാളെ എവിടെ പ്രസംഗിക്കണമെന്നുള്ളത് ദൈവത്തിനറിയാം. പ്രസംഗിക്കുമ്പോൾ ഏത് ഷർട്ട് ഇടാൻ വേണമെന്നുള്ള ദൈവം സ്വർഗത്തിലാണ്. ഡിസിഷൻസ് എടുക്കുന്നത് സ്വർഗത്തിലാണ്. ആമേ. വിശ്വസിക്ക്. നിന്റെ ഉള്ളിൽ നിന്നൊരു ഭാരമാണ് വ്യാകുല ചിന്ത എന്ന് പറയുന്ന ഒരു ഭാരമാണ്. അതൊരു കല്ലുപോലെ തന്നെ ഭാരമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭാരം അങ്ങ് നീങ്ങിപ്പോകട്ടെ. കർത്താവ് ആ വലിയ പ്രഭാഷണം നടത്തുന്ന സന്ദർഭത്തിൽ ആ പ്രഭാഷണം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പറയുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ജോലി ചെയ്യുന്നൊരു ദൈവവൈതലാണ് എങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി നിശ്ചയമായിട്ടും സേവ് ചെയ്യണം. പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടേണ്ട കാര്യമില്ല. കൊച്ചിൻ്റെ കല്യാണം വരുമ്പോൾ എങ്ങനെയാണ്, എൻ്റെ കല്യാണം വരുമ്പോൾ എങ്ങനെയാണ്. ആമീൻ. പണ്ട് ഒരു പാസ്റ്ററുടെ അരികിൽ ഒരു അമ്മ വന്ന് പറഞ്ഞു, എൻ്റെ മോടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ പാസ്റ്റർ ആ അമ്മയോട് പറഞ്ഞു, നിന്റെ മോളെ കെട്ടാനിരിക്കുന്ന ചെറുക്കൻ്റെ കല്യാണവും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്രയുള്ളതിൻ്റെ മറുപടി, ആ ചെറുക്കൻ അവളെ തന്നെ കിട്ടും. നിനക്കുള്ള നന്മയെ തടഞ്ഞു വെക്കാൻ ഈ ലോകത്തിൽ ഒരു പിശാചിനും കഴിയുകയില്ല. ഓ, അകത്തുള്ള വിചാരങ്ങളെല്ലാം വിട്ടുപോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒറ്റ കാര്യം, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നീ ദ്രവ്യാഗ്രഹിയാകരുത്, നീ ദൈവാഗ്രഹിയാകണം. ദൈവത്തെ ആഗ്രഹിക്കണം, യേശുവിനെ ആഗ്രഹിക്കണം, യേശുവിനെ ആഗ്രഹിക്കണം, യേശുവിനെ ആഗ്രഹിക്കണം. നമുക്കെല്ലാം ആ ഭ്രാന്ത ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. യേശുവിനെ ആഗ്രഹിക്കുക, അതുകൊണ്ട് ആരാധിക്കണം,
പ്രാർത്ഥിക്കണം, അന്യഭാഷ പറയണം. 10 അന്യഭാഷ കൂടുതൽ പറയാൻ എവിടെ അവസരം കിട്ടും? അങ്ങനെ അന്വേഷിച്ച് നടക്കുക. ഇതിനകത്ത് പല ചെറുപ്പക്കാരും മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിനക്ക് നൽകി തരുവാൻ, വേണ്ടതല്ല നിന്റെ ആവശ്യങ്ങൾ നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാകുന്നു. അത് അനുഭവമാണ്, വ്യക്തിപരമാകുന്ന അനുഭവമാണ്. ആമേൻ. ആ ഭാഗം അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. എല്ലാവരും പറഞ്ഞ് നാളേക്കായി വിചാരപ്പെടരുത്. നിങ്ങൾക്കറിയാം, നാളെ ഫൂൾസ് കലണ്ടറിൽ മാത്രമേ നാളെ ഉള്ളൂ. നാളെ എന്നൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുമോ? ഒരിക്കലും വരത്തില്ല. നാളെ എന്ത് നിങ്ങൾ ആ ദിവസം ചെല്ലുമ്പോൾ അത് നിങ്ങൾക്ക് ഇന്നാണ്. നാളെ പിന്നെയും അപ്പുറത്തായി. നാളെ ഫൂൾസ് കലണ്ടറിൽ മാത്രമേ ഉള്ളൂ. ഉണർവ് നാളെയല്ല, ഇന്നാ നിനക്ക് ഉണർവ്. നിന്റെ വിടുതൽ നാളെയല്ല, ഇന്നാ നിന്റെ വിടുതൽ. നിന്റെ ഐശ്വര്യം നാളെയല്ല, ഇന്നാ. നാളെയല്ല നിനക്ക് ഏതാണ്ട് അപകടം വരാൻ പോകുന്നത്. നിന്നെ ഇന്ന് തന്നെ കർത്താവ് വിടുവിക്കുന്നതിനാൽ ആ നാളെയിൽ നിനക്കൊരു അനർത്ഥവും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാളേക്കായി വിചാരപ്പെടരുത്. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതിയല്ലോ. ഇതിൻ്റെ ലളിതമാകുന്ന വിശദീകരണം ഇതാണ്. എല്ലാ ദിവസവും നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസ്, അതാത് ദിവസത്തെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുക. അതൊരു റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഒരു കൊട്ട തന്നെ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഈ റെസ്പോൺസിബിലിറ്റീസ് അങ്ങ് ചെയ്താൽ മതി. ഈ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുമ്പോൾ ഇന്നലകളിലെ അയ്യോ ആ കാര്യം ഈ കാര്യം ഇതൊന്നും ഭാരമായി വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി വരാൻ പോകുന്ന 10 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന മോഡ കല്യാണം നീ ഇപ്പോഴേ ചുമക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ചുമന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അതത് ദിവസത്തെ റെസ്പോൺസിബിലിറ്റി നിനക്ക് വേണ്ടവണ്ണം ചെയ്യാൻ കഴിയത്തില്ല. ആമീൻ. ഭാഗികമായി മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ നിന്നെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന അതത് ദിവസത്തെ റെസ്പോൺസിബിലിറ്റി, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, ബാങ്കിൽ നീ ജോലിക്കാരനാണെങ്കിൽ അവിടെയുള്ള ജോലി, ആമീൻ. ഇന്ന് നീ കോട്ടയത്ത് പോകാനാണ് ദൈവം നിന്നോട് പറയുന്നെങ്കിൽ കോട്ടയത്ത് പോകുക. അതത് ദിവസത്തെ റെസ്പോൺസിബിലിറ്റി ചെയ്യുമ്പോൾ നാളെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതകരമായി കരുതലുകൾ ദൈവം നിനക്ക് വേണ്ടി കരുതുകയാണ്. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആരുടെയെങ്കിലും ഹൃദയത്തിൽ വിചാരമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സഹോദരിമാർക്കൊക്കെ വിചാരം വരുവാൻ സാധ്യതയുണ്ട്. ഭവനത്തിലെ അന്തരീക്ഷം, സാമ്പത്തിക ഭാരങ്ങൾ, എങ്ങനെയായി തീരുന്ന ആളുകൾ, നിങ്ങൾ വിചാരപ്പെടരുത്. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാണ്. വിചാരമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കുവാൻ തന്നെ കഴിയും. ഒരു ഭാരം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നത് പോലെ, തോളിൽ നിന്നൊരു കൊട്ട ഒഴിഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ആർക്കെങ്കിലും വിചാരങ്ങളോ വ്യാകുല ചിന്തകളോ ഉള്ളവരുണ്ടെങ്കിൽ, മക്കളെക്കുറിച്ചുള്ള വ്യാകുല ചിന്ത, മകളെക്കുറിച്ചുള്ള വ്യാകുല ചിന്ത, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മോനെക്കുറിച്ചുള്ള വ്യാകുല ചിന്ത, അങ്ങനെ വ്യാകുല ചിന്തകൾ ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ, ബ്രദേഴ്സ്, അഭിഷക്തന്മാർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നാളത്തെ ശുശ്രൂഷ എന്തായിത്തീരും? ഇതുവരെ ഞാൻ ശുശ്രൂഷയിൽ എങ്ങും എത്തിയില്ല, വർഷങ്ങളായി ഞാൻ ദൈവവിളി കേട്ട് ഇറങ്ങിയിട്ട് എനിക്ക് വേണ്ടവണ്ണം ശുശ്രൂഷിക്കുവാൻ കഴിയുന്നില്ല, എന്തായിത്തീരും എൻ്റെ നാളെ? എന്തായിത്തീരും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും കരുതുമോ? ഈ വിചാരം ആരെങ്കിലും ഏതെങ്കിലും അഭിഷക്തന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊരു ഭാരമാ. ഇപ്പോൾ നിന്നെ വിട്ടുപോകട്ടെ. നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനാകുന്നു ഈ വലിയവനാകുന്ന യേശു. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നാമം യേശു. ഒരു 10,000 പ്രാവശ്യം ഒരു ദിവസം അങ്ങ് പറയണം, യേശു 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 യേശു. നിന്റെ സകല ആവശ്യങ്ങൾക്ക് മതിയായവനാകുന്നു യേശു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ശുശ്രൂഷ ഞാൻ അടുത്തൊരു ഭാഗം കൂടെ പരാമർശിച്ച് അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ഫോർഗീവ്നെസ്. അനേകരുടെ ഹൃദയത്തിൽ ബിറ്റർനെസ്, കയ്പ് ആന്തരിക മുറിവിൻ്റെ ഒരു അടയാളമാണ്. നിങ്ങൾക്ക് ചില വ്യക്തികളോട്, ചില സംഭവങ്ങളോട്, ചില വസ്തുക്കളോടൊക്കെ കയ്പ് തോന്നുന്നുണ്ടോ? സംഭവങ്ങളോടും വസ്തുക്കളോടും കയ്പ് തോന്നുവാൻ ഇടയുണ്ട്. ട്രെയിൻ ആക്സിഡൻറ്റിൽ മരിച്ച ഒരു വ്യക്തിയുടെ മകൾക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കോ ആ ട്രെയിൻ കാണുമ്പോൾ അതൊരു വസ്തുവാണ്. ആ വസ്തുവിനോട് കയ്പുണ്ടാകും, ബിറ്റർനെസ് ഉണ്ടാകും. റെയിൽവേ പാളം കാണുമ്പോൾ ആ വസ്തുവിനോട് കയ്പുണ്ടാകും. അതുകൊണ്ടല്ലേ അടികൊള്ളുന്ന കുഞ്ഞുങ്ങൾ വടി ഒടിക്കുന്നത്? അപ്പനെ തിരിച്ചടിക്കുവാൻ കഴിയത്തില്ല, എന്നാൽ ആ വടിയോട് ആ വിരോധവും കയ്പും പ്രദർശിപ്പിക്കുകയാണ്. അതിനാലാണ് ഞാൻ പറഞ്ഞത്, വസ്തുക്കളോട്, സംഭവങ്ങളോട്, വ്യക്തികളോട് കയ്പ് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. അത് അൺഫോർഗീവ്നെസ്, ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. ഇതൊരു ലോങ് സബ്ജക്റ്റാണ് ക്ഷമയെന്ന് പറയുന്നത്. ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുന്ന മനസ്സ്. ഈ ബിറ്റർനെസ് വന്നു കഴിഞ്ഞാൽ വെറുപ്പ്, നീരസം, മുഷിവ്, അനിഷ്ടം, അമർഷം, ഇങ്ങനെയുള്ള പലതും അതിൻ്റെ ഉള്ളിൽ കയറും. എബ്രായ ലേഖനത്തിൽ ഒരു കാര്യം കാണുവാൻ കഴിയുന്നു. ഈ പറഞ്ഞ ആന്തരിക പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കയ്പ് എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം
അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത് കയ്പ് വെറും കയ്പല്ല, ഈ കയ്പിന് വേരുണ്ടെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ചിട്ട്. അപ്പൊ കയ്പിന്റെ പ്രത്യേകത അത് നമ്മളങ്ങ് പറിച്ചു കളഞ്ഞാലും പിന്നെയും വേരവിടെ തുടരും. 2 വർഷം കഴിയുമ്പോൾ വീണ്ടും ആ വ്യക്തിയെ കാണുന്നുണ്ടെങ്കിൽ അത് പിന്നെ അങ്ങ് വളർന്നു വരികയാണ്. അല്പം ബുദ്ധിമുട്ടാണ് ക്ഷമിക്കുവാൻ. ഇവിടെ ഇരിക്കുന്ന ആർക്കും കഴിയത്തില്ല. യേശു നിനക്ക് കൃപ തരാതെ നിനക്ക് മറ്റൊരാളോടും ക്ഷമിക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ബിറ്റർനെസ്സിന് വേണമെങ്കിൽ ഒരു ചെറിയ നിർവചനം കൊടുക്കുവാൻ കഴിയും. അൺഫുൾഫിൽഡ് റിവെഞ്ച്, പൂർത്തീകരിക്കാത്ത പ്രതികാരം. ആരൊക്കെയോ നിന്നോട് ഏതൊക്കെയോ നിലകളിൽ ഇടപെട്ടു, നിങ്ങൾക്ക് മുറിവുണ്ടായി. ആ മുറിവുകൾ മൂലം നിനക്ക് നിനക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. പൂർത്തീകരിക്കാത്ത പ്രതികാരത്തിന് വേണമെങ്കിൽ ബിറ്റർനെസ് എന്ന് പറയുവാൻ കഴിയും. ഇവിടെ ഈ ബിറ്റർനെസ് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുമൂലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മൈഗ്രെയിൻ തലവേദന. മൈഗ്രെയിൻ തലവേദന സാധാരണഗതിയിൽ മൈഗ്രെയിൻ തലവേദന എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആധാരം, അതിൻ്റെ ആ വേരെന്ന് പറയുന്നത് മനസ്സിലാണ്. ആരോടോ ക്ഷമിക്കുവാനുണ്ട്, ആരോടോ ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ശരീരത്തിൽ വെളിപ്പെടുകയാണ് മൈഗ്രെയിൻ തലവേദനയായി. മൈഗ്രെയിൻ തലവേദന വരുന്നവർക്കറിയാം, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം, ഒന്ന് ഛർദ്ദിച്ചാൽ വിടുതലായി. പലതും ഛർദ്ദിച്ചെങ്കിൽ മാത്രമേ വിടുതലാകത്തുള്ളൂ. അത്തരത്തിൽ